Hello everyone, we are Couple on Wheels. അപ്പോൾ ഞങ്ങളൊരു കുട്ടി വ്ളോഗ് ചെയ്യാമെന്ന് വിചാരിച്ചു. ഇന്ന് നമ്മുടെ വർക്കിംഗ് ഡേ കഴിഞ്ഞിട്ട് ഇന്ന് ഈവനിങ് ഞങ്ങളിവിടെ ഒരു ഫ്രൂട്ട് പിക്കിങ്ങിന് വന്നിരിക്കുകയാണ്. അമ്മ അച്ഛനും കൂടെ ഒരു ആക്ടിവിറ്റി ചെയ്യാമെന്ന് വിചാരിച്ചു. ഇന്ന് വെൻസ്ഡേ ആണ്. അപ്പോൾ വി തോട്ട് ലൈക്ക് അടുത്ത് എന്തെങ്കിലും ഒരു പരിപാടി, വീട്ടിൽ അവരെപ്പോഴും ഇങ്ങനെ വീട്ടിലടച്ചിരുത്തി ഇരിക്കാൻ പറ്റിയല്ലോ നമുക്ക്. സോ അത് കാരണം വി തോട്ട് ഇവിടെ മഥിയാസ് ഫാം എന്ന് പറഞ്ഞിട്ട് പെൽഹാമിൽ കൊണ്ടുവന്നിട്ടുണ്ട്. നമ്മളെല്ലാവരും കൂടെ വന്നു. സൗത്ത് ഓഫ് സെന്റ് കാത്തറിൻസ് ഒരു 25 മിനിറ്റ്സ് ഉണ്ട് നമ്മുടെ വീട്ടിൽ നിന്ന് ഡ്രൈവ്. നല്ല അടിപൊളി ഡ്രൈവ് ആയിരുന്നു കേട്ടോ ജേർണി. നമ്മള് മോസ്റ്റ്ലി അതിപ്പോ ആക്ച്വലി ഞങ്ങൾക്ക് പ്ലാൻ ഉണ്ടായിരുന്നില്ല നമ്മൾ വ്ളോഗ് ചെയ്യണമെന്നൊന്നും. പിന്നെ അവിടെ എത്തിയപ്പോൾ ലൈക്ക് ഇറ്റ്സ് എ ബ്യൂട്ടിഫുൾ ഡ്രൈവ് ആയിരുന്നു. അപ്പോൾ നമ്മൾ ഒരു ആക്ടിവിറ്റി നമുക്ക് ഇതെടുക്കാം. ഞങ്ങളിന്ന് നമ്മുടെ ഫോൺ ക്യാമറയിൽ നിന്നാണ് റെക്കോർഡ് ചെയ്യുന്നത് ബിക്കോസ് വി ഡിഡ്ന്റ് പ്ലാൻ അഹെഡ്. സോ ഹോപ്പ് യു വിൽ എൻജോയ്. സോ good pickings, but if you're looking at another tree and you think there's good berries there, you're more than welcome to move the ladder over. So we just want you to follow these rules. When you're setting up the ladder, make sure that the two legs are going downhill and the one leg's going uphill, and it's at about a 45-degree angle. You can use നമ്മൾ ലാഡർ സേഫ്റ്റി ഒക്കെ കഴിഞ്ഞിട്ട് നമ്മൾ ഇതുപോലെ നടക്കുകയാണ്. ഫ്രൂട്ട് പിക്കിങ്ങിന് വേണ്ടി നമ്മളെല്ലാവരും റെഡിയാണ്. അച്ഛനമ്മയൊക്കെ റെഡി ആയിട്ടുണ്ട് ഫ്രൂട്ട് പിക്കിങ്ങിന് പോവാൻ. So yeah, we'll just go further and see the orchards. ഇതാണ് ഓർച്ചർഡ്സ്. ഇവിടെ ഇറ്റ്സ് എ വെരി വാസ്റ്റ് ഏരിയ ആണ്. നമ്മൾ കുറേ അങ്ങോട്ട് നടക്കാണ്ട്. ഇത് കൂടെ അവിടെ അവർ മാർക്ക് ചെയ്ത് വെച്ചിട്ടുണ്ട്. സോ ആസ് പെർ ദ റോഡ് വിൽ ബി ഗോയിങ് ആൻഡ് പിക്കിംഗ് അപ്പ് ഫ്രൂട്ട്സ്. വീക്കെൻഡ് ആയതുകൊണ്ട് കുറേ ഫ്രൂട്ട്സ് പിക്കപ്പായി കഴിഞ്ഞു എന്നാണ് പറഞ്ഞത്. ബട്ട് സ്റ്റിൽ ലെറ്റ്സ് സീ വാട്ട് വി ക്യാൻ ഫൈൻഡ്. ഇതാണ് പെയർ മരം, അല്ല പെയർ ഫ്രൂട്ട്. ആ ഫ്രൂട്ട് ഒരുവിധം വലുപ്പത്തിലുള്ളത് കിട്ടിയിട്ടുണ്ട് പറഞ്ഞു. പക്ഷെ ഇതിൻ്റെ സീസണായിട്ടില്ല. സീസൺ ആഗസ്റ്റ് ടു ഒക്ടോബർ വരെയിട്ടാണ് തോന്നുന്നത്. അപ്പോഴേക്കാണ് മൂപ്പാവുള്ളൂ. നമ്മളോടൊക്കെ കിട്ടുന്ന ഇതുമാതിരി ഇത്തിരി ഹാർഡായിട്ട് തോന്നുന്നുണ്ട്. ഒരുവിധം വലിപ്പമുള്ള ഇതിൽ രുചി വ്യത്യാസമൊന്നുമില്ല, പക്ഷേ അതിൻ്റെ ശരിക്കുള്ള സ്വാദായിട്ടില്ല. അതാണ് ഇപ്പോഴത്തെ ഇത്. പക്ഷെ കടിച്ചു നോക്കുമ്പോൾ വലിയ കുഴപ്പമൊന്നുമില്ല. നമുക്കെല്ലാം സംബന്ധിച്ചൊക്കെ അതൊരു നല്ല ക്രിസ്പായിട്ട് കാരണം ഇങ്ങനെ നിൽക്കണം. ഒരുമിച്ച് തന്നെ കിട്ടുമായിരിക്കും വിളവൊക്കെ. അതെല്ലാം വേറെ മരങ്ങളാണ്, അറ്റം വരെ. ഇതിവിടെ കറൻസ് ആണ്, റെഡ് കറൻസ്. അവിടെ കുറച്ച് റെഡ് റാസ്ബെറീസ് കാണാം നമുക്ക്. സോ ഞങ്ങൾ ചെറിയ ട്രീസ് കണ്ടുപിടിക്കാൻ നടന്നുകൊണ്ടിരിക്കുകയാണ്. ഓൺ ദ വേ കുറച്ച് പൊട്ടിക്കാൻ പാടുമെന്നൊന്നും അറിയില്ല. നമ്മൾ എടുക്കുന്നു, കഴിക്കുന്നു. ഞാൻ ഇവിടെ ഇതിങ്ങനെ കുറച്ചൊരു പോണ്ട് പോലെയൊക്കെ ഉണ്ട്. അമ്മ കുറച്ച് കറൻസ് പെറുക്കി വന്നിട്ടുണ്ട്. നമ്മുടെ നാട്ടിലൊരു കുഞ്ഞി പ്ലമ്മിൻ്റെ ഒരു ലുക്ക് അല്ലേ. ഇതാണ് ഫുൾ ചെറി ഓർച്ചർഡ്. വളരെ വലുതാണ്. അങ്ങോട്ട് കുറേ ഉണ്ട്. നമ്മളവിടേക്ക് പോണേ ഉള്ളൂ. ഇന്ന് വീക്ക് ഡേ ആയതുകൊണ്ട് തന്നെ ഞങ്ങൾ മാത്രമേ ഉള്ളൂ. സോ ദ ഹോൾ ഓർച്ചർഡ് ഇസ് ജസ്റ്റ് ഫോർ അസ്. ലൈറ്റ് ഇത്തിരി കുറവുണ്ട്. ക്ലൗഡ്സ് ഒക്കെ ആയത് കാരണം നല്ല സണ്ണി ആയിരുന്നു രാവിലെ. ബട്ട് സ്റ്റിൽ ഇറ്റ്സ് ഫൈൻ. ഈ മരത്തിൽ ഞങ്ങൾക്ക് കുറേ ചെറീസ് കാണുന്നുണ്ട്. സോ
ഈ മരമായിരിക്കും ഞങ്ങളുടെ മോസ്റ്റ് ടാർഗറ്റഡ് മരം. ആൻഡ് എന്തായി കൊട്ടയിൽ പെറുക്കിയിട്ട് വലുതൊക്കെ കിട്ടിയോ? കുറച്ച് ഇനി നമുക്കത് ഫുള്ളാക്കണം. ഇതേപോലത്തെ 2 ബാസ്ക്കറ്റ്സ് ഉണ്ട് ഞങ്ങളുടെ അടുത്ത്. അവിടെ അമ്മ അച്ഛനും കൂടെ പൊരിഞ്ഞ പെറുക്കിലാണ്, ഫ്രൂട്ട് പിക്കിംഗ് ആണ്. സോ ദിസ് ഇസ് ദ ഹോൾ ഓർച്ചേർഡ്. അപ്പം നമ്മൾ ചെറി പിക്കിങ് കഴിഞ്ഞു. ഇപ്പം നമ്മൾ റാസ്ബെറീസിലേക്ക് വന്നിരിക്കുകയാണ്. ഇവിടെ കുറേ നല്ല നല്ല റാസ്ബെറീസ് ഉണ്ട്. നോക്കൂ, നല്ല റെഡ് ആൻഡ് റൈപ്പ് റാസ്ബെറിയാണിത്. നല്ല രസമാണ്. ഞാൻ ഒന്ന് പൊട്ടിച്ച് കഴിച്ചോ കേട്ടോ. കഴിക്കാൻ പാടോ എന്നൊക്കെ അറിയില്ല, പക്ഷെ ഐ ആം ഡൂയിങ് ഇറ്റ്. മധുരമുണ്ട്, ചെറിയൊരു പുളിപ്പും. ഗുഡ്. ലെറ്റ്സ് കണ്ടിന്യൂ. നമുക്കിപ്പോൾ ഇത് നോക്കുമ്പോൾ ബ്ലാക്ക്ബെറീസ് കാണാം. ഇവിടെ കുറേ ബ്ലാക്ക്ബെറീസ് ആൻഡ് റാസ്ബെറി മിക്സ് ആയിട്ടാണ് നിൽക്കണേ. എനിക്കറിയില്ല ഇത് രണ്ടും ഒരേ ചെടിയിൽ നിന്നാണോ വരണത് അതോ വേറെ വേറെ ചെടികളാണോ. ഇത് നോക്കൂ, എന്താ നല്ല ഭംഗിയുള്ള, നല്ല രസമുണ്ട്. ഒന്ന് പൊട്ടിച്ച് നോക്കിയാലോ. കുഞ്ഞിതാട്ടോ, അത്ര വലിപ്പമൊന്നുമില്ല, നല്ല മുള്ളുണ്ട്. അതെ, ഇങ്ങനെയാണ് നമ്മുടെ ബ്ലാക്ക്ബെറിയുടെ കഥ. അപ്പോൾ നമ്മൾ റാസ്ബെറി പിക്കിങ്ങിനോടൊപ്പം തന്നെ ഇവിടെ കുറേ വേറെ ട്രീസ് ഉണ്ട്. ഇതിങ്ങനെ കറൻസ് എന്ന് പറഞ്ഞിട്ടുള്ള ഇതാണ്, നല്ല ഭംഗിയുള്ള ഇതൊരു പ്ലമ്മിൻ്റെ ഒരു കുഞ്ഞി വെറൈറ്റി പോലത്തെ ഒരു സംഭവം അത്. സുധേ, അയ്യോ അത് പോയില്ലോ, നല്ല പഴുത്തതായിരുന്നു തോന്നുന്നു. ഇതാണ് കറൻറ്റ്. ഇതെല്ലാതും ഇത്ര ഭംഗിയൊന്നുമില്ല, മീൻസ് കുറേയൊക്കെ കേടുവന്ന പോലത്തെയും അങ്ങനെയൊക്കെ ഉണ്ട്. പക്ഷെ ഒരുപാടുണ്ട് ഇതിൻ്റെ ഉള്ളിൽ, ഇഷ്ടം പോലെ കറൻസ് ഉണ്ട്. പക്ഷെ ഞങ്ങൾ കറൻസ് ഒന്നും പിക്ക് ചെയ്യുന്നില്ല. അപ്പോൾ ഇവരൊക്കെ അത് ഓരോന്ന് ഇങ്ങനെ, അതെ നമ്മളിങ്ങനെ ഇടയ്ക്കിടയ്ക്ക് ടേസ്റ്റിംഗ് ഉണ്ട് കേട്ടോ. അതിൻ്റെ ഇടയിൽ കൂടെ റാസ്ബെറിയും ചെറിയും മാത്രമേ ഞങ്ങൾ എടുക്കുന്നുള്ളൂ, എന്നാലും ബാക്കിയുള്ളത് ഞങ്ങൾ ടേസ്റ്റ് ചെയ്യുന്നുണ്ട്. നമ്മൾ കാനഡയിലേക്ക് എത്തിയിട്ട് ഇത്രയും ദിവസത്തിനുള്ളിൽ തന്നെ ഇങ്ങനെ ഒരു വലിയ പരിപാടി, ഇത് ജീവിതത്തിലുണ്ടായിട്ടില്ല ഇങ്ങനത്തെ ഒരു പരിപാടി. ഏറ്റവും നല്ലൊരു പരിപാടിയായി. ഫ്രൂട്ട് പിക്കിങ് നമുക്ക് ഇഷ്ടമുള്ളിടത്തോളം കഴിക്കാം, ഇഷ്ടമുള്ളിടത്തോളം പറക്കിയെടുക്കാം. ഇതിനൊക്കെ എന്തായാലും ചെറിയ പൈസ അടച്ചിട്ടായാലും എന്തായാലും നല്ലൊരു പരിപാടി, പുതിയൊരു ഐറ്റായി. നല്ല സ്വാദുള്ള സാധനം. അപ്പോൾ സമ്മറൊക്കെ വരികയാണ്. എല്ലാവർക്കും ഫാമിലി ആയി പോയി നന്നായി എൻജോയ് ചെയ്യാൻ പറ്റുന്ന നല്ലൊരു ആക്ടിവിറ്റിയാണ് ഫ്രൂട്ട് പിക്കിംഗ്. അപ്പോൾ നിങ്ങളെല്ലാവരും ഈ സമ്മറിൽ അത് ട്രൈ ചെയ്ത് നോക്കുക. ആൻഡ് ഓൾസോ ഇഫ് യു ഹാവ് നോട്ട് ഓൾറെഡി ഡൺ, പ്ലീസ് do like, share and subscribe to our channel, and please keep supporting us as always. Thank you. Bye.